1 2 3 മിനിറ്റ് കൊണ്ട് ഉസ്താദ് പറഞ്ഞു തരും. ആഴ്ചയിലുണ്ടാവും. ഇപ്പോൾ റമദാനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം നൽകാണ് ഈ വർഷത്തെ ഉദ്ഘാടനം. ഇവിടെ മുമ്പ് നടന്നിരുന്നു. ഈ വർഷത്തെ ഉദ്ഘാടനമാണ് ഇന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഉസ്താദിനെ ആ വിഷയം എടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ അടുക്കളിൽ വീഴ്ചകൾ സംഭവിച്ചേക്കാം. കാരണം മനുഷ്യനാണ് ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യനെ ബലഹീനന്റെ പഠിച്ചിട്ടുള്ളത് ശൈത്താന്റെ പിന്തുണയിൽപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, പല വീഴ്ചകളും സംഭവിച്ചേക്കാം. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഏറ്റവും വലിയ അമലാണിത് ഇസ്തിഗ്ഫാർ. എന്ന് വളരെ ചുരുങ്ങിയ ഒരു ദിക്ർ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പറ്റും. നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, കടങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും ഇസ്തിഗ്ഫാർ പറ്റും. എന്നതിലുപരിയായിരിക്കും ഇവിടെ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം. അത് ഞങ്ങൾ പറയുന്നുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ പതിവാക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് എന്നും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളാണെങ്കിൽ, നബിതങ്ങൾ സ്ഥിരമായി 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നും തെറ്റും ചെയ്തിട്ടില്ല. നബിയാണ്, അമ്പിയാക്കളാൽ തെറ്റുകൾ ചെയ്യുകയില്ല. ആ നബിതങ്ങൾ പോലും ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായി ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ സ്ഥിരമായിട്ട് അവൻ ഇസ്തിഗ്ഫാറിൻ്റെ വക്താവായി മാറി, ഇസ്തിഗ്ഫാറിൻ്റെ ആളായി മാറി. അങ്ങനെ സ്ഥിരമായി അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നബിതങ്ങൾ പഠിപ്പിക്കുന്നു, അവൻ എന്ത് ചെയ്യും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടും. ഒക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ മതി. രക്ഷമാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ തന്നെ എല്ലാ പ്രശ്നവും രക്ഷ കിട്ടും. അതുപോലെ തന്നെ ടെൻഷനുകൾ മാറിക്കിട്ടും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനും മാറിക്കിട്ടും. മാത്രമല്ല വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടും, സമ്പത്ത് കിട്ടും, ജോലി കിട്ടും, എല്ലാം അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, കിട്ടുമെന്ന് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് കാണാറ്. മാത്രമല്ല അലിറളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾ മനുഷ്യന് ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യില്ല, ഒരു പ്രയാസവും വരില്ല. അതിലൊന്നും മുമ്പിൽ പോയില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, അതിലൊന്ന് നബിതങ്ങളാണ്. നബിതങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ നബിതങ്ങൾ വഫാത്തായിപ്പോയി. ഈ രണ്ടാമത്തെ കാര്യം എന്താണ്? അലിറളിയല്ലാഹു പറയുന്നു, രണ്ടാമത്തെ കാര്യം ഇസ്തിഗ്ഫാറാണ്. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന കാലത്തോളം അവനക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാർ പതിവാക്കണം. പ്രത്യേകിച്ച് റമദാൻ വരുന്നത്, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാർ കൂടുതലായി ചെല്ലേണ്ടതുണ്ട്. നമ്മൾ ചെല്ലാറുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാത്റൂം പുറത്തിറങ്ങുമ്പോൾ സുബ്ഹാനക അൽഹംദുലില്ലാഹി ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സദസ്സ് തിരിയുമ്പോൾ എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ആ സദസ്സ് സംഭവിച്ച ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഇസ്തിഗ്ഫാർ ഉണ്ടാവും. നമ്മൾ അത്തഹിയ്യാത്തിൽ എന്ത് ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു, അവിടെ ഇസ്തിഗ്ഫാർ ഉണ്ട്. സുജൂദിനിടയിൽ ദിക്റുണ്ട്, അവിടെ ഇസ്തിഗ്ഫാർ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യാറുണ്ട്. പോരാ, അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇസ്തിഗ്ഫാറിൻ്റെ ആളായിട്ട് മാറണം. എന്നാൽ നമുക്ക് യാതൊരു പ്രശ്നവും പ്രയാസവും ഞാൻ ഉണ്ടാവില്ല എന്ന് അതിന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്കിട്ട് ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് ദിവസവും ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. كيف يدري